തന്നെ ഭയപ്പെടുത്തുന്ന വിജയമാണിതെന്ന് ഹൈബി ഈഡൻ. ഭൂരിപക്ഷം ഉയർത്തണമെന്നത് ആഗ്രഹമായിരുന്നെങ്കിലും ഇത്രയധികം പ്രതീക്ഷിച്ചില്ല. ഇത് ജനങ്ങൾ തന്ന വിജയമാണെന്നും ഹൈബി ഈഡൻ മീഡിയ വണിനോട്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മികച്ച വിജയത്തിന് ശേഷം അടുത്ത ദിവസം തന്നെ ഹൈബി ഈഡൻ വലിയ തിരക്കുകളാണ്. രാവിലെ തന്നെ ഒരുപാട് ആളുകൾ കാണാനെത്തുന്നു, അഭിനന്ദനം അറിയിക്കാനെത്തുന്നു, തന്നെ ഒരുപാട് പേർ സഹായം ചോദിച്ചെത്തുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിലാണെന്ന് അറിയാം. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം 2.5 ലക്ഷം ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അപ്പം ഭൂരിപക്ഷം ഉയർത്തുമെന്നൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു. അല്ല, ഭൂരിപക്ഷം ഉയർത്തണം എന്നൊരു ആഗ്രഹമായിരുന്നു. ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ചു. എല്ലാ ദുരന്ത മേഖലകളിലും ഞാൻ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് 2.5 ലക്ഷം എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. 2.5 ലക്ഷം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എതിർ സ്ഥാനാർത്ഥിക്ക്, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം. അപ്പം അതൊരു ഒരു എന്താ പറയുക, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2.5 ലക്ഷത്തിന്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അപ്പോൾ അത് ഭയപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഇന്നലെ എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതെന്നെ ഭയപ്പെടുത്തുന്ന ഒരു വിജയമാണ്. കാരണം ഈ നൽകിയിരിക്കുന്ന വിജയം എന്നെ സംബന്ധിച്ച് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള വലിയ പ്രതീക്ഷയുടെ ഉത്തരവാദിത്തമാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാനും വളരാനും പ്രവർത്തിക്കാനും കഴിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സൂപ്പർമാൻ സീരീസിലൊക്കെ പറയുന്ന പോലെ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അപ്പോൾ ഒരുപാട് ചുമതലകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എറണാകുളത്തെ ജനങ്ങൾക്ക് അവരുടെ വിചാരത്തിനൊത്ത് ഉയരാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രതീക്ഷയ്ക്കൊത്തൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJP അവരുടെ വോട്ട് വീതം ഉയർത്തിയപ്പോഴും എറണാകുളം മണ്ഡലത്തിൽ BJPക്ക് നിലവിലുള്ള വോട്ടുകൾ പോലും നിലനിർത്താൻ പോലും സാധിച്ചിട്ടില്ല. അപ്പം അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, BJP വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കൂട്ടും എന്ന് പറഞ്ഞിരുന്നത്. പല ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ സംഘടനാപരമായി നടത്തുന്ന പ്രവർത്തനമാണ്. മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ മുഴുവൻ സമയമുള്ള നമ്മുടെ സാന്നിധ്യമാണ്. ഒരു കാൻഡിഡേറ്റ്, ഇപ്പോൾ 2020 കാൻഡിഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാം വോട്ടുകൾ ശേഖരിച്ച പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ, ഇതെല്ലാം നമ്മൾ നാളുകളിൽ വരുന്ന ഒരു കാര്യമല്ല, ഇത് ഇന്നുകളുടെ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ആൻറ്റി ഇൻകംബൻസി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് വോട്ട് പോകുന്നതും എല്ലാം തടഞ്ഞു നിർത്താൻ സാധിക്കുള്ളൂ. അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മളുണ്ട്, അല്ലെങ്കിൽ നമ്മളല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് വരുമ്പോഴാണ് നമുക്കത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നത്. കാരണം നഗരമേഖലകളിൽ, അർബൻ ഏരിയാസിൽ BJPയുടെ വോട്ട് ഷെയർ 2014 മുതൽ കൂടി വരുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ വിജയത്തിന് ശേഷം.